റോഡിൽ കത്തിവീശിയത് ചോദ്യം ചെയ്തയാളെ കാറിടിച്ചു കൊല്ലാൻ ശ്രമം. എറണാകുളം SRM റോഡിലാണ് യുവാവിനെ കാറിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. യുവാവിനെ 1/2 കിലോമീറ്ററോളം റോഡിലൂടെ വലിച്ചു കൊണ്ടുപോയി. കാർ ഓടിച്ചത് ലഹരിക്കടിമയായ യുവാവെന്ന് പോലീസ് പറയുന്നു. ദൃശ്യങ്ങൾ കാണാം. ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, എപ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്? ഇന്നലെ രാത്രി 11:30 SRM റോഡിൽ സിനിമയെ വെല്ലുന്ന രീതിയിൽ, അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കാറിലെത്തിയ ആളുകൾ കത്തി വീശുകയും തുടർന്ന് കാറിൻ്റെ ബോണറ്റിലിരുത്തി ആളെ തട്ടി കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തത്. എന്തായാലും നിലവിൽ ഒരാളെ നോർത്ത് പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇന്നലെ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്ന മറ്റാളുകളൊക്കെ ഉണ്ട്. എന്തായിരുന്നു സംഭവം നടന്നത്? ഒരു 11:30 സംഭവം. അനിയൻ കരഞ്ഞുകൊണ്ട് വിളിക്കണത്. കുറച്ച് പേര് കാറിൽ വന്നിട്ട് ഹോസ്റ്റലിൽ വന്നാണ്. ഇവർ സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഹോസ്റ്റലിൽ വന്നിട്ട് പ്രശ്നമൊക്കെ ഉണ്ടാക്കി. ഇവന്മാർ നേരെ കത്തിയും വടിവാളൊക്കെ എടുത്ത് വീശിയെന്ന് പറയണം. കാറിൽ വേറെയും ആയുധങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവന്മാരുടെ അടുത്ത്. അപ്പോൾ എത്ര പേരുണ്ടായിരുന്നു? ഒരു 5 പേരോളം ഉണ്ടായിരുന്നു പറഞ്ഞാൽ. ഇവന്മാർ പേടിച്ചിട്ട് മാറിയപ്പോഴേക്കും ഇവന്മാർ നേരെ കാറെടുത്ത് അവൻ നേരെ ബോണറ്റിലായി പോയി ഇടിച്ച് തൂങ്ങിക്കിടന്നത്. അവൻ തൂങ്ങിക്കിടന്നിട്ട് മാത്രം രക്ഷപ്പെട്ടാണ്. 1 കിലോമീറ്ററോളം ഒരു സ്പീഡിൽ വണ്ടി ഓടിച്ച് പോയി. അവിടെ അവസാനം അവൻ കൈവിട്ട് തെറിച്ച് വീഴാനുണ്ടായിരുന്നു നിലത്ത്. ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. കൈക്കും കാലിനൊക്കെ നല്ല പരിക്കുണ്ട്. ഇവർ സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്നവരാണ്. മങ്കട സ്റ്റേഷനിലേക്ക് ഇവർക്കെതിരെ കേസുണ്ടെന്ന് പറഞ്ഞു. ഇവർ നേരത്തെ പരിചയമുള്ള ആൾക്കാരാണോ? അവരോട് വന്നു പോകുന്ന ആൾക്കാരൊക്കെയാണോ? വന്നു പോകാറുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാട്ടുകാരൊക്കെ പ്രക്ഷോഭമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിനു മുമ്പൊക്കെ. അപ്പോൾ ഇതിനു മുമ്പൊക്കെ വന്നു പോകുന്ന ആൾക്കാരാണ് ഇവർ. ഇപ്പോൾ നിലവിൽ ഈ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള പ്രതിയെക്കുറിച്ച് വല്ലതും നിങ്ങൾക്ക് അറിയാമോ? ഇല്ലില്ല. അവൻ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവന് തിരിച്ച് കയറാൻ പറ്റാണ്ടായതാണ്. നാട്ടുകാരെല്ലാവരും കൂടി പിടികൂടിയാണ് അവൻ. ഇപ്പോൾ ഞങ്ങളൊരു തീരുമാനം എന്ന് വെച്ചാൽ ഞങ്ങളുടെ SRM റോഡ് ജനകീയ കൂട്ടായ്മ എന്നൊരു കൂട്ടായ്മ ഇതിൻ്റെ എതിരെ രംഗത്തേക്ക് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം മരിയാർഭൂതം ഇവിടെ ഇറങ്ങിയപ്പോൾ ഒരു പരിധിവരെ ഇവിടെ മരിയാർഭൂതത്തിന് ചേർത്ത് നിന്ന ഒരു ജനകീയ കൂട്ടായ്മയാണ് SRM ജനകീയ കൂട്ടായ്മ. അപ്പോൾ ഞങ്ങൾ ആ SRM ജനകീയ കൂട്ടായ്മയുടെ മുന്നോട്ട് ഇതിനെതിരെ ഭയങ്കര പ്രക്ഷോഭമായിട്ട് ഇറങ്ങാൻ പോവുകയാണ്. എന്തായാലും നിലവിലിപ്പോൾ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റ് വാഹനം ഓടിച്ച ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങളും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. കൂടുതൽ അറസ്റ്റ് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബിനു തോമസിനൊപ്പം ശ്യാം പ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.